മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിലെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പുഴയിൽ നിന്നും തീരത്തു നിന്നുമായി 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. നാളത്തെ തിരച്ചിൽ എങ്ങനെ വേണമെന്നതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെയുള്ള 70 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇന്ന് തിരച്ചിൽ നടന്നത്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. ആദിവാസി കുടുംബങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോത്തുകൽ കുമ്പളപ്പാറ ഭാഗത്ത് നടത്തിയ തിരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തി. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തു നിന്ന് ഒരു ശരീരഭാഗം കൂടി ലഭിച്ചു. ഇതോടെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 237ആയി. അഴുകിയ ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു. എങ്കിലും നിലവിൽ ലഭിച്ച ശരീരഭാഗങ്ങൾ വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. 24 മലപ്പുറം. ചാലിയാറിലെ തിരച്ചിൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സമീർ ബിൻ കരീം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. സമീർ, അപ്പോൾ ഈ അവിടെ നിന്ന് കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ അത് വയനാട്ടിലേക്ക് എത്തിക്കുമെന്നാണോ പുതിയ വിവരം? അതിന്റെ സംസ്കാരം എങ്ങനെയായിരിക്കും സമീർ? ഉന്മേഷ്, നേരത്തെ തന്നെ അഴുകിയ ശരീരഭാഗങ്ങൾ ചാലിയാറിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് നിലമ്പൂരിൽ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് എത്രയും ശരീരഭാഗങ്ങൾ എത്രത്തോളം വയനാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ അത്രത്തോളം തന്നെ അയക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ DNA എല്ലാം തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പലപ്പോഴും പലർക്കും പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി വന്നാൽ ഒരുപക്ഷെ വയനാട്ടിലുള്ളവർക്ക് നിലമ്പൂരിൽ എത്തേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം മാക്സിമം ഇല്ലാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഏറ്റവും പറ്റാവുന്ന അത്രയും ശരീരഭാഗങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ഈ യോഗത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 8 മണിയോട് അല്ലെങ്കിൽ 9 മണിയോട് കൂടെയാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പോത്തുകൽ മുതൽ വാഴക്കാട് വരെയുള്ള ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരം പുഴയിലൂടെ സഞ്ചരിച്ച് തിരച്ചിൽ നടത്തി എന്നുള്ളതാണ്. വിവിധ സംഘങ്ങളായി ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കുമ്പളപ്പാറ വനമേഖലയിൽ നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഈ ആദിവാസി കുടുംബങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തണ്ടർബോട്ട് അടക്കമുള്ള സംഘം വനത്തിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. അതിന് പിന്നാലെ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തിൽ നിന്നും ഒരു ശരീരഭാഗം കൂടി കണ്ടെടുത്തു. ഇങ്ങനെ 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇന്ന് കണ്ടെത്താനായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇതോടുകൂടി 237 ശരീരഭാഗങ്ങൾ ചാലിയാർ ഡെഡ് ബോഡികൾ ഈ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 237 എണ്ണമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അവയിൽ 235ഉം വയനാട്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ബാക്കി ഇന്ന് ലഭിച്ചിരിക്കുന്ന 2 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം വയനാട്ടിലേക്ക് തന്നെ അയക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഏത് രീതിയിൽ തിരച്ചിൽ നടത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. സ്വാഭാവികമായും ഇന്ന് നടന്ന പോലെ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള തെരച്ചിലായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഈ വനമേഖലയിൽ നിന്നും എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യമോ അതല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ട് എന്ന് ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ മാത്രമായിരിക്കും വനത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന വാർഡ് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികമായുള്ള തെരച്ചിൽ മാത്രമായിരിക്കും നാളെയും ഉണ്ടാവുക. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നാളെയും ഒരുപക്ഷെ തിരച്ചിൽ തുടരും. അത് ഏത് രീതിയിലാകണമെന്നുള്ളതിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് സമീർ ബിൻ കരീം ഇപ്പോൾ അറിയിക്കുന്നത്.